ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മലക്കപ്പാറ റോഡിലെ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയില്ല. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായില്ലെന്ന് ആക്ഷേപം. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗികാതിക്രമം, ഒളിവിൽ പോയ അധ്യാപകൻ കനകകുമാറിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിരി സ്വദേശി ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. മലക്കപ്പാറ റോഡിലെ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെയും നടപ്പാക്കിയില്ല. നവംബർ 10-നകം കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗതം സുഗമമാക്കണമെന്നായിരുന്നു കളക്ടറുടെ ഉത്തരവ്. കഴിഞ്ഞ ഒക്ടോബർ 31 ഇറക്കിയ ഉത്തരവാണ് ഇതുവരെയും പൊതുമരാമത്ത് വകുപ്പ് മുഖവിലക്കെടുക്കാതിരുന്നത്. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായില്ലെന്നാണ് വിവരം. ആനക്കയം പാലത്തിനടുത്താണ് മലയിൽ നിന്നും വെള്ളമൊഴുകുന്ന കുമ്മാട്ടിത്തോടും അതോടനുബന്ധിച്ചുള്ള കലുങ്കും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്ക് കനത്ത മഴയിൽ ഇതിനു മുൻപും തകരാറിലായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അടിത്തറ ഇളകി ഗുരുതര കേടുപാടുകളാണ് സംഭവിച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതാണ് കളക്ടർ പ്രശ്നത്തിൽ ഇടപെടാൻ കാരണം. നവംബർ 1 മുതൽ സർവീസ് ബസ്സുകൾ മാത്രമാണ് അമിതഭാരം ഒഴിവാക്കി പാലത്തിലൂടെ കടത്തിവിടുന്നത്. മറ്റു ചെറിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. എന്നാൽ വിനോദസഞ്ചാരികളുടെ ബസ്സുകളും ചരക്ക് ലോറികളും പാലത്തിലൂടെ കടന്നു പോകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളിക്കുളങ്ങര വനത്തിലെ ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ആദിവാസി ഉന്നതികളിലെയും അംഗനവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ, മുരുകേഷ് എന്നിവരാണ് വ്യാഴാഴ്ച ശാസ്താംപൂവം ഉന്നതി സന്ദർശിച്ചത്. ഉന്നതിയിലെ വീടുകളിലെത്തിയ കമ്മീഷൻ ചെയർമാൻ അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് വീട്ടമ്മമാരോട് ചോദിച്ചറിഞ്ഞു. ഉന്നതിയിലെ അംഗനവാടിയുടെ പ്രവർത്തനം പരിശോധിച്ച കമ്മീഷൻ രജിസ്റ്ററുകൾ പരിശോധിക്കുകയും അംഗനവാടിയിലെ അടുക്കളയിലെത്തി ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് ജീവനക്കാരോടും കുട്ടികളോടും അന്വേഷിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ആദിവാസി കുടുംബങ്ങളുമായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസാരിച്ചു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാർ എന്നിവർക്കുള്ള പോഷകാഹാര വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ഉറപ്പുവരുത്തി. ഒരു പരാതികളും നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ജില്ലയിൽ ഈ കാര്യങ്ങൾ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭക്ഷ്യഭദ്രത എന്ന് പറയുന്നത് പോഷക ഭദ്രതയും കൂടാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെയും ഒരു പ്രവർത്തനങ്ങളാണ്. അതിലേറെ ഭംഗിയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാന്റെയും വന്നിരിക്കുന്ന 2 മെമ്പർമാരുടെയും ഭക്ഷ്യ കമ്മീഷന്റെയും പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്ന് വെള്ളിക്കുളങ്ങര സർക്കാർ UP സ്കൂളിൽ സന്ദർശിച്ച കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ DJ ആശ, താലൂക്ക് സപ്ലൈ ഓഫീസർ PS പ്രവീൺ, തഹസിൽദാർ KA ജേക്കബ്, ജില്ലാ ട്രൈബൽ ഓഫീസർ M ശശി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ LP പ്രദീപ് കുമാർ, ചാലക്കുടി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, ശാസ്താംപൂവം ഊരുമൂപ്പൻ സേവ്യർ,
ആദിവാസി ക്ഷേമ പ്രവർത്തകൻ ജോയ് കാവുങ്ങൽ, CPI വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ എന്നിവരും കമ്മീഷനോടൊപ്പം ആദിവാസി ഉന്നതി സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, കൊടകര. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അധ്യാപകന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടിയാട്ട വിഭാഗത്തിലെ അധ്യാപകൻ കനകകുമാറിനെതിരെ 6 വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് തിങ്കളാഴ്ച കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോവുകയായിരുന്നു. അധ്യാപകനെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ കലാമണ്ഡലം അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോപണ വിധേയനായ അധ്യാപകനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ലാസ് റൂമിൽ മദ്യപിച്ചെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിലി ആലക്കപ്പിള്ളി വീട്ടിൽ ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരനെയാണ് ബുധനാഴ്ച വൈകിട്ട് ഇയാൾ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ശോഭനന്റെ വീട്ടുപരിസരത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. അമിതമായി മദ്യപിച്ചതിനാൽ സംഭവം കൃത്യമായി ഓർമ്മയിൽ ഇല്ലെന്നാണ് ശോഭനൻ പോലീസിൽ മൊഴി നൽകിയത്. പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളിലായി 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയോടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെത്തും. ഞായറാഴ്ച വൈകിട്ട് 6-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K. അംബികാദേവിക്ക് സമർപ്പിക്കും. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരി നടക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 1-ന് ചെമ്പൈ സംഗീതോത്സവം സമാപിക്കും. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പരുവക്കാട്ട് കുടുംബം വക ചുറ്റുവിളക്ക് ആഘോഷിച്ചു. ഗുരുവായൂരിലെ പുരാതന തറവാട്ടുകാരായ പരുവക്കാട്ടു കുടുംബം വക നൂറ്റാണ്ടുകളായി നടത്തുന്ന വിളക്കാഘോഷമാണിത്. കാഴ്ചശീവേലിക്ക് താമരയൂർ അനീഷ് നമ്പീശന്റെ പ്രമാണത്തിൽ 51 വാദ്യക്കാർ അണിനിരന്ന മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണു പ്രസാദ് മാരാർ, കാർത്തിക് ജെ മാരാർ എന്നിവരുടെ തായമ്പകയും അരങ്ങേറി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വര മേളം പ്രത്യേകതയായി. വിളക്കാഘോഷത്തിന്റെ 14-ാം ദിവസമായ വെള്ളിയാഴ്ച PT മോഹനകൃഷ്ണൻ വക വിളക്ക് ആഘോഷിക്കും. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 10ാം വാർഡിൽ നിലവിലെ കൌൺസിലർ KM മെഹ്റൂഫ്, 15ാം വാർഡിൽ മുൻ കൌൺസിലർ റഷീദ് കുന്നിക്കൽ, 23ാം വാർഡിൽ നൌഷാദ് അഹമു എന്നിവർ സ്ഥാനാർത്ഥികളാകും.
മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഗുരുവായൂർ പുതുശ്ശേരി പാടം വാർഡ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് മുൻ കൌൺസിലർ PS രാജൻ. കോൺഗ്രസ് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ മത്സരിക്കാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ട് തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. DCC അറിവോടെയാണ് അർഹതയില്ലാത്ത സീറ്റ് ലീഗിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കോൺഗ്രസിന് വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്തിയിരുന്നത്. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്നും രാജൻ പറഞ്ഞു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് PK ഷംസുദ്ദീൻ, സിജു പാലുവായ്, VL ജോൺസൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൊവ്വന്നൂർ ഡിവിഷനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സുജിത്ത് മത്സരിക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയുമുള്ള ജനവിരുദ്ധ പോരാട്ടമായി തിരഞ്ഞെടുപ്പിനെ കാണുകയാണെന്നും ജനവിധി പോലീസിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്നും സുജിത്ത് പറഞ്ഞു. LDFന്റെ കുത്തക സീറ്റിൽ പോരാട്ടത്തിനിറങ്ങുന്ന സുജിത്തിന് ഇത് മറ്റൊരു പോരാട്ടമാകും. 2023 ഏപ്രിൽ 5-നാണ് സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നേരിടേണ്ടി വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SI ഉൾപ്പെടെ 4 പോലീസുകാർ സസ്പെൻഷനിലാണ്. TCV ന്യൂസ്, കുന്നംകുളം. BJP ചാവക്കാട് മുനിസിപ്പൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 2ാം ഡിവിഷൻ KK രാധാകൃഷ്ണൻ, 3ാം ഡിവിഷൻ തിരുവത്ര നോർത്തിൽ KC ശ്രീധരൻ, 8ാം ഡിവിഷൻ മമ്മിയൂരിൽ മുരളീധരൻ, 10ാം ഡിവിഷൻ ഓവങ്ങലിൽ ജോമോൾ സുമേഷ്, 11ാം ഡിവിഷൻ പാലയൂർ നോർത്ത് സജിനി പ്രതീഷ്, 12ാം ഡിവിഷൻ പാലയൂരിൽ പ്രസന്നൻ കാരയിൽ, 16ാം ഡിവിഷൻ ചാവക്കാട് ടൗൺ AK വേലായുധൻ, 17ാം ഡിവിഷൻ കോഴിക്കുളങ്ങരയിൽ M ജനാർദ്ദനൻ, 18ാം ഡിവിഷൻ മണത്തല നോർത്തിൽ ഉമാ വേണു, 19ാം ഡിവിഷൻ സിവിൽ സ്റ്റേഷനിൽ മഞ്ജു മനോജ്, 21ാം ഡിവിഷൻ ബ്ലാങ്ങാട്ടിൽ അഡ്വക്കേറ്റ് സിന്ധു രാജൻ, 24ാം ഡിവിഷൻ ദ്വാരക ബീച്ച് NB ഹരിദാസ്, 26ാം ഡിവിഷൻ പുളിച്ചിറക്കെട്ട് ഈസ്റ്റിൽ വേലായുധകുമാർ, 27ാം ഡിവിഷൻ പരപ്പിൽ താഴത്ത് സുബിൽ രാജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധകുമാർ, ഗണേഷ് ശിവജി, പ്രമോദ് ശങ്കരൻ, ഉമാദേവി ഷൺമുഖൻ, പ്രതീഷ് അയിനിപ്പുള്ളി, MK വിനോദ് കുമാർ, രജിത ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ചാവക്കാട്. യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇടത് ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടി നഗരസഭ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതുക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ വർദ്ധിച്ച വാർഡുകൾ കൈയടക്കി CPM. 8 പഞ്ചായത്തുകളിലായി 14 വാർഡുകളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ചില പഞ്ചായത്തുകളിൽ 2ഉം ചിലയിടത്ത് 1 വാർഡുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 14 വാർഡിന്റെ വർധനവ് ഉണ്ടായിട്ടും അതിൽ 1 വാർഡ് പോലും CPIക്ക് നൽകാതെ 14ഉം CPM കൈയടക്കി വച്ചിരിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. തർക്കം മണ്ഡലതലത്തിൽ ചർച്ച ചെയ്യാതെ അതത് പഞ്ചായത്തുകളിൽ തന്നെ തീർക്കുക എന്ന നയതന്ത്രമാണ് CPM നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ 1-2 വാർഡുകൾ വർദ്ധിച്ചാൽ അതിലൊന്ന് എങ്ങനെ CPIക്ക് നൽകാനാകും എന്ന തന്ത്രമാണ് CPM പയറ്റുന്നത്. എന്നാൽ മണ്ഡലം അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടുമ്പോൾ 14-ൽ 4 എണ്ണമാണ് CPI ചോദിച്ചത്. എന്നാൽ ഇത് നൽകാൻ CPM തയ്യാറാകാത്തതാണ് തർക്കത്തിന് കാരണം. സീറ്റ് തർക്കം ചർച്ച ചെയ്യാനായി മണ്ഡലം തല മുന്നണി യോഗം ചേരുന്നില്ല എന്ന ആക്ഷേപം CPIക്കുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസം എത്തിയിട്ടും വർദ്ധിപ്പിച്ച വാർഡുകളിലെ സീറ്റ് തർക്കം തീരാത്തത് കാരണം 8 പഞ്ചായത്തുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, പുതുക്കാട്. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായി കൊക്കോ കർഷകർ. ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവല്ലാമല മേഖലയിലെ കർഷകർ കൊക്കോ കൃഷി ഉപേക്ഷിക്കുന്നു.
മലയണ്ണാൻ, അണ്ണാൻ, വെരുക് തുടങ്ങിയവയുടെ ശല്യത്താൽ മേഖലയിലെ കർഷകർ കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. കൊക്കോ മൂപ്പത്ത് മുമ്പ് കായകൾ ഇവ തുരന്ന് തിന്ന് നശിപ്പിക്കുകയാണ്. അധ്വാനമെടുത്ത് കർഷകർ കായ പറിക്കാനെത്തുമ്പോൾ പലപ്പോഴും പുറന്തോട് മാത്രമാണ് ലഭിക്കുന്നത്. മേഖലയിൽ തെങ്ങിനും റബ്ബറിന് ഇടവിളയായി നിരവധി പേരാണ് കൊക്കോ കൃഷി ചെയ്തിരുന്നത്. വന്യമൃഗശല്യം മൂലം ഭൂരിഭാഗം കർഷകരും ഇപ്പോൾ മരങ്ങൾ മുറിച്ചു കളയുകയാണ്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 10 കിലോ കൊക്കോ കുരു വരെ കർഷകർക്ക് ലഭിക്കാറുണ്ട്. വളരെ ലാഭകരമാണ് കൊക്കോ കൃഷിയെന്നും വളരെ കുറവ് പരിചരണം മതിയെന്നും കർഷകർ പറയുന്നു. എന്നാൽ വന്യമൃഗശല്യം മൂലം ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ് കർഷകർ. പക്ഷേ കഴിഞ്ഞ മാർച്ചിലൊക്കെ 900 രൂപ വില വന്നതാണ്. മുഴുവൻ ഈ എന്താ പറയുക മെരുക്, മലയണ്ണാൻ, അണ്ണാൻ ഇതൊക്കെ തിന്നിട്ടൊന്നും കിട്ടാതെയായി. ഒരു മരത്തിനൊരു 10 കിലോ വരെ ഒരു വർഷത്തിൽ കിട്ടും കൊക്കോന്. റബ്ബറിൻ്റെ ഇടയിൽ ഇടവിളാക്കി പറ്റിയൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. നനയ്ക്കാനും കൂടി സൗകര്യം ഉണ്ട്. ഈ നല്ല ആദായമുള്ളൊരു വിളയാണ്. കാട്ടുമൃഗങ്ങളെ കൊണ്ട് വന്യജീവികളെ കൊണ്ടും അത് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2.5 വയസ്സുള്ള കുട്ടിയുടെ സ്വർണ്ണവള മോഷ്ടിച്ച കേസിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗണേശമംഗലം സ്വദേശി വലിയകത്ത് വീട്ടിൽ സജ്നയാണ് അറസ്റ്റിലായത്. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശിനി ചാണാടിക്കൽ വീട്ടിൽ അശ്വതിയുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന 2.5 വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ ധരിച്ചിരുന്ന 1/2 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണവള മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കേസിൽ ഉൾപ്പെട്ട 14 വയസ്സുള്ള കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു. വാടാനപ്പള്ളി SHO NB ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും 9,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ. മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയപ്പറമ്പിൽ വീട്ടിൽ തോമസ് ലാലനെ കബളിപ്പിച്ച് തട്ടിയെടുത്ത പണം അക്കൗണ്ട് വഴി സ്വീകരിച്ച ഹരിയാന ഫരീദാബാദ് സ്വദേശിനി ലക്ഷ്മിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൺസ്ട്രക്ഷൻ കരാറുകാരനായ തോമസ് ലാലൻ പണം പിൻവലിക്കുന്നതിനായി ബാങ്കിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും സെപ്റ്റംബർ 29-ന് 3 തവണകളായി 9,90,000 രൂപ ഓൺലൈനായി കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത്. തൃശൂർ സൈബർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI സുജിത്ത്, CPO സച്ചിൻ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO BK അരുൺ, SI മനു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പണയം വെച്ച കാറ് കൈമാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ആമ്പല്ലൂരിൽ കാറുടമയെ ആക്രമിച്ച 2 പേർ അറസ്റ്റിൽ. തിരൂർ സ്വദേശി താണിക്കാട് വീട്ടിൽ ഉമ്മർ ഫറൂഖ്, ചുവലൂർപ്പടി സ്വദേശി തൈക്കാട് വീട്ടിൽ ഷഫീഖ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി രാജാക്കാട് സ്വദേശി വാരിക്കോട്ട് വീട്ടിൽ അജിത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ്. അജിത്ത് ഉമ്മർ ഫറൂഖിന്റെ അടുത്ത് പണയം വെച്ച കാർ ഇയാൾ മറ്റു ചിലർക്ക് ഓടിക്കാൻ നൽകിയിരുന്നു. ഇതറിഞ്ഞ അജിത്ത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. ഫോട്ടോഗ്രാഫി മത്സര അവാർഡ് വിതരണം മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. AKPA സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് വിതരണം നടത്തി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സംസ്ഥാന സെക്രട്ടറിമാരായ KM മാണി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV ശിവാനന്ദൻ, സജീവ്, വസതിനി തുടങ്ങിയവർ സംസാരിച്ചു.
തെങ്ങിൽ നിന്ന് വഴുതി വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. വാടാനപ്പള്ളി ബീച്ച് വടക്കൻ വേലായുടെ മകൻ 67 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. വാടാനപ്പള്ളി ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് പടിഞ്ഞാറ് ആറുകെട്ടി ശ്രീകുമാറിന്റെ വീട്ടിലെ പറമ്പിൽ തെങ്ങ് കയറുമ്പോഴാണ് കാൽ വഴുതി താഴെ വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിൽ വീടിനകത്തേക്ക് തെരുവുനായ കയറാതിരിക്കാനായി സ്ഥാപിച്ച വലയിൽ പാമ്പ് കുടുങ്ങി. തൈക്കാട് പണിക്കവീട്ടിൽ ബഷീറിന്റെ വീടിന് പുറകിൽ സ്ഥാപിച്ച വലയിലാണ് അണലി കുടുങ്ങിയത്. വീട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി വല മുറിച്ച് പാമ്പിനെ രക്ഷപ്പെടുത്തി. 4 അടിയോളം വലിപ്പമുള്ള അണലിയെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. വായ്പ തിരിച്ചടച്ചിട്ടും വ്യാജരേഖയുണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ച പരിമിതനെ കബളിപ്പിച്ചുവെന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു. മേലടൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരന്റെ പരാതിയിലാണ് വെണ്ണൂർ സഹകരണ ബാങ്ക് മേലടൂർ ശാഖയിലെ 5 ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. കുമാരൻ അറിയാതെ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് 2 തവണയായി 15 ലക്ഷം എടുത്തുവെന്നാണ് പരാതി. എന്നാൽ കുമാരന്റെ വായ്പ ഇപ്പോഴും കുടിശ്ശികയാണെന്നും ആധാരം പണയം നൽകി വായ്പാ തുക കൈപ്പറ്റിയതും രേഖാമൂലം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ നൽകിയ പരാതിയും ആരോപണവും ഗൂഢാലോചനയാണെന്നും ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ്, സെക്രട്ടറി ED സാബു എന്നിവർ ചൂണ്ടിക്കാട്ടി. കുടിശ്ശിക സംബന്ധിച്ച നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സഹകരണ വകുപ്പാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ പരാതിക്കാരൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മറ്റൊരു പരാതിയും നൽകിയിട്ടില്ലെന്നും പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വട്ടപ്പാട്ട്, ദഫുമുട്ട്, അറബനമുട്ട്, കോൽക്കളി, ഒപ്പന, നാടകം, മൂകാഭിനയം, ഭരതനാട്യം എന്നീ ഇനങ്ങളിലാണ് 3ാം ദിനം മത്സരങ്ങൾ നടന്നത്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെയും ശീവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപനം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, കൺവീനർ ഗോപി കോരത്ത്, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൗമാര വിദ്യാഭ്യാസം കരുത്തും കരുതലും എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ടീനേജ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരമായ നേത്ര സംരക്ഷണ ശീലങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PL ജിഷ, ഡോക്ടർ മീനു, ഡോക്ടർ ആദിത്യൻ എന്നിവർ ക്ലാസ് നയിച്ചു. എടത്തിരിഞ്ഞിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പടിയൂർ കനാൽപ്പാലം സ്വദേശി കോലത്ത് വീട്ടിൽ 64 വയസ്സുള്ള മണിക്കുട്ടനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച വയോധികനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശി ചിരിയങ്കണ്ടത്ത് ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ കടയുടെ മുന്നിലൂടെ പോവുകയായിരുന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കടയിലേക്ക് വലിച്ചു കയറ്റുകയും ലൈംഗിക ചൊവ്വയോടെ പെരുമാറുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ബധിരയും മൂകയുമായ യുവതിയെ ഭീഷണിപ്പെടുത്തി 17 പവൻ സ്വർണവും മൊബൈൽ ഫോണും കവർന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ പെരിന്തല്ലൂർ സ്വദേശി റാഷിദാണ് പിടിയിലായത്. വടക്കേക്കാട് സ്വദേശിനിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതി സ്വർണവും ഐഫോണും കവർന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഫോൺ ഗാലറി മൊബൈൽ ഷോപ്പിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രതി യുവതിയെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണ ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മലക്കപ്പാറ റോഡിൽ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയില്ല. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായില്ലെന്ന് ആക്ഷേപം. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗികാതിക്രമം, ഒളിവിൽ പോയ അധ്യാപകൻ കനകകുമാറിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിലി സ്വദേശി ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. 15 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 3000-ഓളം സംഗീതജ്ഞർ വേദി പങ്കിടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.